ഡിയർ ചിൽഡ്രൻ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 5 EVSൻ്റെ ചാപ്റ്റർ 4 മാംഗോസ് റൗണ്ട് ദ ഇയറിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്താ പഠിച്ചതെന്ന് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫുഡ് സ്പോയിലേജ് എന്താണെന്ന് പഠിച്ചു. ദ കണ്ടീഷൻസ് വെൻ അവർ ഫുഡ് ബിക്കം അൺഫിറ്റ് ഫോർ ഈറ്റിംഗ്. കഴിക്കാൻ പറ്റാതെ പോകുന്ന, അതായത് ഫുഡ് ചീത്തയായി പോകുന്ന കണ്ടീഷനാണ് നമ്മൾ ഫുഡ് സ്പോയിലേജ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? ഗ്രോവിങ് ഓഫ് മൈക്രോ ഓർഗനിസംസ്. അതിന് മുകളിൽ, ഫുഡിന് മുകളിൽ വളരുന്ന മൈക്രോ ഓർഗനിസം തന്നെയാണ്. അതായത് ചെറിയ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ജീവികളുടെ വളർച്ചയാണ് നമ്മുടെ ഫുഡ് ചീത്തയായി പോകാനുള്ള കാരണം. പൂപ്പലൊക്കെ വന്ന് പോവുക. അപ്പോൾ പൂപ്പലെന്ന് പറയുന്ന ഒരു ടൈപ്പ് ചെറിയ ഗ്രാസാണ്. അത് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണത്തില്ല. കണ്ടീഷൻസ്, ഇതിങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇങ്ങനെ മൈക്രോ ഓർഗനിസംസ് ഉണ്ടാകാനുള്ള കാരണം പ്രസൻസ് ഓഫ് എയർ, അതായത് ഓപ്പണായിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ. ദെൻ വാട്ടർ, വെള്ളത്തിൻ്റെ പ്രസൻസ്. ആൻഡ് വാം ക്ലൈമറ്റ്. വാം ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ചൂട് കാലാവസ്ഥ. ഇനി ഇത് ഫുഡ് എങ്ങനെ പ്രിസർവ് ചെയ്യുന്നു, എങ്ങനെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം? ഫ്രീസിങ്, അതായത് ഫ്രിഡ്ജിൽ വെക്കാം, തണുപ്പിച്ച് സൂക്ഷിക്കാം. ഡ്രൈയിങ്, വെള്ളമയമില്ലാതെ ഉണക്കി സൂക്ഷിക്കാം. സോൾട്ടിങ്, ഉപ്പിലിട്ട് വെക്കാം. ആഡിങ് ഷുഗർ, നമ്മൾ ജാംസൊക്കെ ഉണ്ടാക്കുന്നത് ഷുഗർ ആഡ് ചെയ്തിട്ടാണ്. ഗുലാബ് ജാമൊക്കെ ഷുഗർ ആഡ് ചെയ്ത് ചീത്തയായി പോകാതെ, ആഹാരം ചീത്തയായി പോകാതെ സൂക്ഷിക്കുകയാണ്. ദെൻ ക്യാനിങ് എന്ന് പറഞ്ഞാൽ എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ അടച്ച് സൂക്ഷിക്കുക. അതായത് വായു കയറാത്ത കണ്ടെയ്നറുകളിൽ ഫുഡ് സൂക്ഷിക്കുക, ചെറിയ ബോട്ടിൽസിൽ. ആഡ് പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫുഡ് ചീത്തയായി പോകാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന, എക്സ്ട്രാ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് പ്രിസർവേറ്റീവ്. ഫോർ എക്സാമ്പിൾ വിനാഗിരി. നമ്മൾ പിക്കിൾസിൽ, അച്ചാറിലൊക്കെ ഉപയോഗിക്കുന്ന കണ്ടില്ല. അച്ചാറിനൊക്കെ മണ്ടയ്ക്ക് അമ്മ ഒഴിച്ചു വെക്കും. എന്താ കാര്യം? അച്ചാർ ചീത്തയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത്. വാക്വം പാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒട്ടും എയർ കയറാതെ കവറുകളിലാക്കുന്നതിന്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിക്കുമ്പം കണ്ടിട്ടില്ലേ, അതായത് ലേസും ഒക്കെ വാങ്ങിക്കും. അത് പെട്ടെന്ന് തുറക്കുമ്പോൾ അതിനകത്തുനിന്ന് എയർ പോകുന്ന പോലെ നമുക്ക് തോന്നും. അത് വാക്വം പാക്കിംഗ് ആണ്. അതിനകത്ത് എയർ നിൽക്കുന്നില്ല. സ്മോക്കിംഗ് ഫുഡ്, അതുപോലെ ഫുഡ് പുകയത്തിട്ട് സൂക്ഷിക്കുക എന്ന് പറയും. അതായത് ഈ പുളിയൊക്കെ കണ്ടിട്ടില്ലേ, തട്ടായിട്ട് അടുപ്പിന് മുകളിൽ തട്ടായിട്ട് വെച്ചിട്ട് അതിന് മുകളിലിട്ട് ഉണങ്ങുന്നത്. അത് സ്മോക്കിംഗ് ഫുഡ് എന്നാണ് നമ്മൾ പറയുന്നത്. പുകയത്തിട്ട് ഉണങ്ങി സൂക്ഷിക്കുക. ഇന്ന് നമ്മൾ പഠിക്കുന്നത് മാമിതി തന്ത്ര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മാമിതി തന്ത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം പപ്പഡ്, നമ്മൾ മാംഗോ ബാർ എന്നും മാംഗോ കേക്ക് എന്നൊക്കെ പറയുന്ന സാധനം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. സമ്മർ ട്രീറ്റ്, മാമിതി തന്ത്ര. ചിട്ടി ബാബു ആൻഡ് ചിന്ന ബാബു ലിവ് ഇൻ ആത്രേയപുരം ടൗൺ ഇൻ ആന്ധ്രാപ്രദേശിലാണ് ചിട്ടി ബാബുവിൻ്റെയും ചിന്ന ബാബുവിൻ്റെയും വീട്. അവരുടെ ടൗണിൻ്റെ പേരെന്താണ്? ആത്രേയപുരം. The brothers spent the summer holidays playing in the mango garden. ഈ സഹോദരങ്ങൾ സമ്മർ ഹോളിഡേയ്സ്, വേനൽ അവധിക്കാലം, അവരുടെ മാംഗോ ഗാർഡനിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, മാന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. When the trees are full of fruit, they also like to eat unripe mangoes with salt and chili powder. ഈ സമ്മർ സീസൺ ആകുമ്പോൾ നമുക്കറിയാം ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും. കുട്ടികൾക്ക് വളരെ ഇഷ്ടമാണ് ഈ അൺറൈപ്പ് മാങ്ങ എന്ന് പറഞ്ഞാൽ പച്ച മാങ്ങ ഉപ്പും മുളക് പൊടിയും ചേർത്ത് കഴിക്കാൻ. അറ്റ് ഹോം ദിയർ മദർ കുക്സ് അൺറൈപ്പ് മാംഗോസ് ഇൻ ഡിഫറെൻറ്റ് വേസ്. വീട്ടിൽ അവരുടെ അമ്മ ഈ പഴുക്കാത്ത മാമ്പഴം കൊണ്ട്, പച്ച മാങ്ങ കൊണ്ട് ഒരുപാട് ആഹാര സാധനങ്ങൾ ഉണ്ടാക്കും. ഷി ഓൾസോ മേക്ക് മെനി കൈൻഡ്സ് ഓഫ് മാംഗോ പിക്കിൾസ്. പലതരത്തിലുള്ള മാങ്ങ അച്ചാറുകൾ ഉണ്ടാക്കും. പിക്കിൾ മീൻസ് അച്ചാർ. ദ പിക്കിൾസ് ലാസ്റ്റ് ത്രൂ ദ ഇയർ അണ്ടിൽ ദ നെക്സ്റ്റ് മാംഗോ സീസൺ. അടുത്ത മാംഗോ സീസൺ ആവുന്ന വരെ, അതായത് അടുത്ത സമ്മർ ആവുന്ന വരെ ഈ മാംഗോ പിക്കിൾസ് അമ്മയുടെ അടുത്ത് ഉണ്ടാവും. വൺ ഈവനിങ് വൈൽ ഹാവിങ് food, Chinnababu asked, Amma, we have so many mangoes. Make some Mamadi Tandra.
പപ്പഡ് ഫ്രം ദം. അമ്മ ഒരു ദിവസം ചിന്ന ബാബു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയോട് പറയാണ്, അമ്മ നമുക്ക് ധാരാളം മാംഗോസ് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് നമുക്ക് മാംനി തന്ദ്ര പപ്പഡ് ഉണ്ടാക്കാം. ദ ഫാദർ സെഡ്, മേക്കിംഗ് മാംനി തന്ദ്ര നീഡ്സ് 4 weeks ഓഫ് ഹാർഡ് വർക്ക്. 4 ആഴ്ചത്തെ കഠിന അധ്വാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത് പപ്പഡ് ഉണ്ടാക്കാൻ പറ്റൂ. ഇഫ് യു ബോത്ത് പ്രോമിസ് ടു ഹെൽപ്പ് us എവറി ഡേ ഫോർ ദ നെക്സ്റ്റ് 4 weeks വി ക്യാൻ ടുഗദർ മേക്ക് ദ മാംനി തന്ദ്ര. നിങ്ങൾ രണ്ടുപേരും അടുത്ത 4 ആഴ്ചത്തേക്ക് ഞങ്ങളെ സഹായിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മാംനി തന്ദ്ര ഉണ്ടാക്കാൻ പറ്റും. ബോത്ത് ദ ബ്രദേഴ്സ് ക്വിക്ക്ലി അഗ്രീഡ് ടു ഹെൽപ്പ്. 2 സഹോദരന്മാരും പെട്ടെന്ന് അത് സമ്മതിച്ചു. ദ നെക്സ്റ്റ് ഡേ ബോത്ത് ദ ചിൽഡ്രൻ വെൻറ്റ് ടു മാർക്കറ്റ് വിത്ത് ദെയർ ഫാദർ. അടുത്ത ദിവസം ഫാദറിനോടൊപ്പം ഇവർ രണ്ടുപേരും മാർക്കറ്റിലേക്ക് പോയി, ചന്തയിലേക്ക് പോയി. ദേ ബോട്ട് എ മാറ്റ് വോവൺ ഫ്രം ദ ലീവ്സ് ഓഫ് ദ പാം ട്രീ. ഓല കൊണ്ട് മേഞ്ഞ ഒരു മാറ്റ് അവർ വാങ്ങിച്ചു. പിന്നെന്താ? പോൾസ് ഓഫ് കാസൂരിന ട്രീ. കാസൂരിന ട്രീയുടെ കമ്പുകൾ വാങ്ങിച്ചു. സ്ട്രിങ് മെയ്ഡ് ഓഫ് കോക്കനട്ട് ഹസ്ക്. തൊണ്ടുകൊണ്ടുണ്ടാക്കിയ സ്ട്രിങ്, ദറ്റ് ഈസ് കയർ. നമ്മൾ പറയത്തില്ലേ കയറെന്ന്, അത് തന്നെ. സം ജാഗരി. ജാഗരി മീൻസ് ശർക്കര ആൻഡ് ഷുഗർ. എന്തൊക്കെയാണ് അവർ വാങ്ങിച്ചത്? കാസൂരിന ട്രീ. ഇതാണ് നമ്മളിപ്പോൾ പിക്ചറിൽ കണ്ടിരിക്കുന്ന കാസൂരിന ട്രീ. ഇതിൻ്റെ കമ്പുകൾ വാങ്ങിച്ചു. പിന്നെ ഓല കൊണ്ട് മേഞ്ഞ ഒരു മാറ്റ് വാങ്ങിച്ചു. പിന്നെന്താ വാങ്ങിച്ചത്? ജാഗരി. ജാഗരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കര വാങ്ങിച്ചു. പിന്നെ കയർ വാങ്ങിച്ചു. ഇതെല്ലാം മേടിച്ച എന്തിനാണ്? ടു മേക്ക് പപ്പഡ്. കണ്ടോ, ഇതാണ് പപ്പഡിൻ്റെ പിക്ചർ. അമ്മ ഫൗണ്ട് എ സണ്ണി പ്ലേസ് ഇൻ ദ ബാക്ക്. പുറകുവശത്തെ മുറ്റത്ത് അമ്മ എന്ത് ചെയ്തു? ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ബോത്ത് ദ ബ്രദേഴ്സ് മെയ്ഡ് എ ഹൈ പ്ലാറ്റ്ഫോം ബൈ യൂസിങ് പോൾസ്. ആ കാസൂരിന ട്രീയുടെ കമ്പുകൾ വെച്ച് ഈ ചിന്നബാബുവും ചിറ്റിബാബും ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഉയർന്നയൊരു കമ്പുകൾ ചേർത്ത് കെട്ടി ഇങ്ങനെ ഉയർന്നയൊരു ഭാഗം ഉണ്ടാക്കി. ദേ സ്പ്രെഡ് ഔട്ട് ആൻഡ് ടൈഡ് ദ മാറ്റ് ഓൺ ദ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതിന് മുകളിൽ ആ മാറ്റ്, പാം ട്രീ കൊണ്ടുള്ള മാറ്റ് ഇട്ടു. ദ നെക്സ്റ്റ് ഡേ അപ്പ ചോസ് മോസ്റ്റ് റൈപ്പ് മാംഗോസ്. ഫാദർ എന്താ ചെയ്തത്? ഏറ്റവും നന്നായി പഴുത്ത മാമ്പഴം എടുത്തു. ദേ ടുക്ക് ഔട്ട് ദ മാംഗോ പൾപ്പ് ഫ്രം എ ലാർജ് പോട്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് ഈ മാംഗോ ജ്യൂസ്, പൾപ്പ്, മാംഗോയുടെ ജ്യൂസ്, ആ നീര് എടുത്തു. ദെൻ ദേ സ്ട്രെയിൻ ദ പൾപ്പ് ത്രൂ എ ഫൈൻ മസ്ലിൻ ക്ലോത്ത്. ഒരു നല്ല തുണിയിൽ ഇത് അരിച്ചെടുത്തു. സ്ട്രെയിൻ മീൻസ് അരിച്ചെടുത്ത്. ടു റിമൂവ് ദ ഫൈബേഴ്സ് ഫ്രം ദ പൾപ്പ്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അതിൽ ഫൈബേഴ്സ് ഉണ്ട്, നാരുകൾ. മാങ്ങയ്ക്കകത്ത് കണ്ടിട്ടില്ലേ നാരുകൾ? ആ നാരുകൾ മൊത്തം അരിച്ചു മാറ്റി. ദെൻ ചിറ്റി ബാബു ക്രഷ് ദ ഘർ മീൻസ് ജാഗരി, ശർക്കര. ടിൽ ദർ വെർ നോ ലംസ്. ഒറ്റ തരി പോലും ഇല്ലാതെ ശർക്കര നന്നായിട്ട് ചിറ്റി ബാബു എന്ത് ചെയ്തു? പൊടിച്ചെടുത്തു. ദേ ആഡഡ് ജാഗർ ആൻഡ് ഷുഗർ ഇൻ ഈക്വൽ എമൗണ്ട്. ഒരേ അളവിൽ ഈ ശർക്കരയും പഞ്ചസാരയും അവർ മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ജ്യൂസ് ആക്കി വെച്ചിരുന്നാലേ ആ പൾപ്പിലേക്ക് അത് ചേർത്തു. ചിന്നബാബു മിക്സ് ജാഗരി ആൻഡ് ഷുഗർ വെൽ വിത്ത് എ ബിഗ് സ്പൂൺ. ഒരു വലിയ സ്പൂൺ കൊണ്ടാണ് ചിന്നബാബു ഈ പഞ്ചസാരയും ശർക്കരയും മിക്സ് ചെയ്തത്. അമ്മ ദെൻ സ്പ്രെഡ് ദിസ് പൾപ്പ് ഇൻ ടു തിൻ ലെയർ ഓവർ ദ മാറ്റ്. എന്നിട്ട് അമ്മ എന്താ ചെയ്തത്? അമ്മ ഈ പൾപ്പ്, ഈ മാംഗോ പൾപ്പില്ലേ, ജാഗരിയും ഷുഗറും എല്ലാം മിക്സ് ചെയ്ത് അത് ഈ മാറ്റിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ലെയറായിട്ട് നിരത്തിയിട്ടു. ദ തിൻ ലെയർ വാസ് ലെഫ്റ്റ് ടു ഡ്രൈ ഇൻ ദ സൺ. എന്നിട്ട് എന്താ അവർ ചെയ്തത്? സൂര്യപ്രകാശത്തിൽ ഇത് ഉണക്കിയിടുന്നു. ഇൻ ദ ഈവനിങ് ദേ കവേർഡ് ദ മാറ്റ് വിത്ത് ക്ലീൻ സാരി ടു അവോയ്ഡ് എനി ഡസ്റ്റ്. വൈകുന്നേരമായപ്പോൾ അതിന് മുകളിൽ അവരൊരു സാരി ഇട്ടു. എന്തിനാണ്? അതിലെങ്ങും പൊടിയൊന്നും പറ്റാതിരിക്കാൻ. ദ നെക്സ്റ്റ് ഡേ ദേ അഗെയിൻ ടുക്ക് ഔട്ട് സം മാംഗോ പൾപ്പ്.
They added jaggery and sugar into the pulp. Then they spread the pulp over the previous day's layer. ഇവർ പിറ്റേ ദിവസം ഇതുപോലെ മാംഗോ പൾപ്പ് എടുത്തു, ശർക്കരയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്തു. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ആ മാറ്റിൻ്റെ മുകളിൽ കുറച്ച് മാംഗോ പൾപ്പ് ഒഴിച്ചില്ലേ, അതിൻ്റെ മുകളിലേക്ക് അവർ ബാക്കി ഇന്നുണ്ടാക്കിയതും ഒഴിച്ചു. ദിസ് വർക്ക് വാസ് ഗിവൺ ടു ബോത്ത് ദ ബ്രദേഴ്സ്. ബോത്ത് ദം ടുഗദർ സ്പ്രെഡ് മെനി ലെയേഴ്സ് ഓവർ ഇറ്റ്. ഇങ്ങനെ ഓരോ ദിവസവും അവരെന്ത് ചെയ്തു, ഈ മാംഗോ പൾപ്പും ജാഗറിയും ഷുഗറും എല്ലാം മിക്സ് ചെയ്ത് ഓരോ ലെയറായിട്ട് മുകളിൽ വെച്ചു. ആൻഡ് ഫോർ ദ നെക്സ്റ്റ് 4 weeks ദേ ഹോപ്പ് ദാറ്റ് ഇറ്റ് വുഡ് നോട്ട് റെയിൻ. അവർ വിചാരിച്ച സമ്മർ സീസൺ ആയതുകൊണ്ട് അടുത്ത 4 ആഴ്ചത്തേക്ക് മഴയൊന്നും പെയ്യത്തില്ല എന്നവർ ചിന്തിച്ചു. മഴ പെയ്താലോ ഇത് ഫ്ലോപ്പായിപ്പോ അല്ലേ, ഈ പപ്പടം ഉണ്ടാക്കാൻ പറ്റത്തില്ല. For 4 weeks they added layer after layer until the jelly grew 4 centimeters thick and looked like a golden cake. ഇവർ എല്ലാ ദിവസവും ഇങ്ങനെ ഇതിന് മുകളിൽ ഇങ്ങനെ ലെയർ വെച്ച് ഈ മാംഗോ ജ്യൂസും ജാഗറിയും ഷുഗറും കൂടെയുള്ള മിക്സർ ഒഴിച്ച് ഏകദേശം 4 സെൻറ്റിമീറ്റർ തിക്നെസ് ആക്കി, 4 സെൻറ്റിമീറ്റർ കട്ടിയിലാക്കി. ആഫ്റ്റർ സം ഡേയ്സ് അമ്മ സെഡ്, ദ Mamadi Tantra is ready. We can take it out and cut it into pieces tomorrow. ഒരു ദിവസം അമ്മ പറഞ്ഞു, നമ്മുടെ മാമതി തന്ത്ര പപ്പഡ് അല്ലെ മാംഗോ ബാർ റെഡി ആയിട്ടുണ്ട്, നമുക്കത് നാളെ കട്ട് ചെയ്ത് കഴിക്കാം. ദ നെക്സ്റ്റ് ഡേ ദ മാറ്റ് വാസ് ബ്രോട്ട് ഡൗൺ ഫ്രം ദ പ്ലാറ്റ്ഫോം. അടുത്ത ദിവസം അവർ ആ കമ്പയിൽ കെട്ടിവെച്ചിരിക്കുന്ന മാറ്റിന് മുകളിലാണ് അവർ ലെയർ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവരത് പതിയെ എടുത്തു. മാമതി തന്ത്ര വാസ് കട്ട് ഇൻ ടു സ്മോളർ പീസസ്. അവരുണ്ടാക്കിയ മാമതി തന്ത്ര ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി. ദ ബ്രദേഴ്സ് ടേസ്റ്റഡ് ഇറ്റ് വാസ് ടേസ്റ്റി. ബ്രദേഴ്സ് അത് ടേസ്റ്റ് ചെയ്തപ്പോൾ സോ സൂപ്പർ അല്ലേ, അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചിന്നബാബു സെഡ്, വൗ ഹൗ ടേസ്റ്റി, എന്ത് ടേസ്റ്റാ. ആഫ്റ്റർ ഓൾ വി ഓൾസോ ഹെൽപ്ഡ് ഇൻ മേക്കിംഗ് ഇറ്റ്. ഇതൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ അപ്പയും അമ്മയും സഹായിക്കുകയും ചെയ്തു അല്ലയോ. ഭയങ്കര സന്തോഷം അവർക്ക്. നെക്സ്റ്റ്, വൈ വാസ് ഷുഗർ ആൻഡ് ജാഗറി മിക്സ്ഡ് ഇൻ ടു ദ മാംഗോ പൾപ്പ് ആൻഡ് ഡ്രൈഡ് ഇൻ ദ സൺ. എന്തിനാണ് ഷുഗറും ശർക്കരയും പഞ്ചസാരയും മാംഗോ പൾപ്പിൽ ഒഴിച്ച് അവർ സണ്ണിൽ ഉണക്കിയെടുത്തത്? എന്തിനാണ്? ടു മേക്ക് ആം പപ്പഡ്. അവർ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു? ആം പപ്പഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് അപ്പ ഫസ്റ്റ് ചൂസ് ദ മോസ്റ്റ് റൈപ്പ് മാംഗോസ് ടു യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ മാമതി തന്ത്ര. ഈ മാമതി തന്ത്ര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല പഴുത്ത മാങ്ങയാണ് അച്ഛൻ തിരഞ്ഞെടുത്തത്. എന്താണ് അതിന് കാരണം? ബിക്കോസ് റൈപ്പ് മാംഗോസ് ഹാവ് മോർ ജ്യൂസ്. റൈപ്പ് മാംഗോസിന് കൂടുതൽ ജ്യൂസ് ഉണ്ടാവും. Next question, how did brothers make Mamadi Tantra? Write down step by step they did for this. ഈ ചിന്ന ബാബുവും ചിട്ടി ബാബുവും മാമതി തന്ത്ര എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം നമുക്ക്. മാറ്റ് എങ്ങനെയാണ് അവർ മാമതി തന്ത്ര ഉണ്ടാക്കുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിക്കുന്നത്. 2 brothers use mat made of palm leaves, casuarina poles, string made of coconut husk, jaggery and sugar. ഇത്രയും സാധനങ്ങളാണ് അവർ യൂസ് ചെയ്തത്. ഒരു മാറ്റ് ഉണ്ടായിരുന്നു, അത് പാം ലീവ്സ് കൊണ്ട് ഉപയോഗിച്ചൊരു മാറ്റ്, പിന്നെ കാസുരിന പോൾ വെച്ചിട്ട് അവരെന്ത് ചെയ്തു, അത് ആ മാറ്റ് പോൾസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ രണ്ടായിട്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് കെട്ടാൻ വേണ്ടിയിട്ടാണ് കയറ്. ഈ കയറിൻ്റെ ഇതിന് മുകളിലേക്ക് ഇങ്ങനെ മാറ്റ് ഫിറ്റ് ചെയ്തു. എന്നിട്ട് ഈ മാറ്റിന് മുകളിലാണ് മാംഗോ പൾപ്പ് യൂസ് ചെയ്തത്. മനസ്സിലായോ? ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ദേ മേഡ് പ്ലാറ്റ്ഫോം യൂസിങ് കാസുരിന പോൾസ് ആൻഡ് മാറ്റ്. ഒരു പ്ലാറ്റ്ഫോം, ഉയർന്ന ഒരു പ്രദേശം, ഒരു ഏരിയ അവരുണ്ടാക്കി. എങ്ങനെയാണ്? ഈ കാസുരിന പോൾസ്, ഈ കമ്പുകളും കയറും മാറ്റും ഒക്കെ വെച്ച്. മാംഗോ ജ്യൂസ് ഈസ് ടേക്കൺ ഔട്ട് ആൻഡ് ഫിൽറ്റേഡ് ത്രൂ എ ക്ലീൻ ക്ലോത്ത്. ഒരു നല്ല ക്ലീനായിട്ടുള്ള ഒരു തുണിയിൽ മാംഗോ ജ്യൂസ് പിഴിഞ്ഞെടുത്തു, ഫിൽറ്റർ ചെയ്തെടുത്തു.
അരിച്ചെടുത്തു. എ തിൻ ലെയർ ഓഫ് ജ്യൂസ് വാസ് സ്പ്രെഡ് ഓൺ ദ മാറ്റ് ആൻഡ് ലെഫ്റ്റ് ടു ഡ്രൈ. എന്നിട്ട് പിന്നെന്താ ചെയ്തത്? വളരെ തിന്നായിട്ടുള്ള കട്ടി കുറഞ്ഞ ഒരു ലെയറായിട്ട് ഈ മാറ്റിന് മുകളിൽ ആ പൾപ്പ് ഒഴിച്ചു. ഇൻ ദ ഈവനിങ് ദ ലെയർ വാസ് കവേർഡ് വിത്ത് എ സാരി ടു അവോയ്ഡ് ഡസ്റ്റ്. വൈകിട്ടായപ്പോൾ അതിന് മുകളിലൊരു സാരി ഇട്ടു. എന്തിനാണ്? പൊടിയൊന്നും പറ്റാതിരിക്കാൻ. എവറി ഡേ ലെയർ അപ്പോൺ ലെയർ വാസ് ആഡഡ്. ഓരോ ദിവസം അവരിങ്ങനെ മുകളിൽ ഇങ്ങനെ ലെയർ ഉണ്ടാക്കി. ആഫ്റ്റർ അബൌട്ട് 4 weeks എ തിക്ക് ഗോൾഡൻ കേക്ക് ഓഫ് ആം പപ്പഡ് കുഡ് ബി മെയ്ഡ്. അങ്ങനെ 4 ആഴ്ച കൊണ്ട് അവർ ഒരു 4 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു ആം പപ്പഡ് ഉണ്ടാക്കി. അടുത്ത ക്വസ്റ്റ്യൻ എന്തോന്ന് നോക്കി. വാട്ട് തിങ്സ് ആർ മെയ്ഡ് ഇൻ യുവർ ഹൗസ് ഫ്രം റൈപ്പ് ആൻഡ് അൺറൈപ്പ് മാംഗോസ്. നിങ്ങളുടെ വീട്ടിൽ പച്ച മാങ്ങ കൊണ്ടും പഴുത്ത മാങ്ങ കൊണ്ടും എന്തൊക്കെ ഉണ്ടാക്കും? പിക്കിൾസ് ചട്നി ആർ മെയ്ഡ് ഫ്രം അൺറൈപ്പ് മാംഗോ. പച്ച മാങ്ങ കൊണ്ട് നമ്മൾ പിക്കിൾസ് ഉണ്ടാക്കും. ചട്നി ചമ്മന്തി ഉണ്ടാക്കും. ജാംസ് ആൻഡ് ഷേക്സ് ആർ മെയ്ഡ് ഫ്രം റൈപ്പ് മാംഗോ. നല്ല മാമ്പഴം കൊണ്ടോ ജാമും ഷേക്കും ഒക്കെ ഉണ്ടാക്കും. നെക്സ്റ്റ്, മേക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പിക്കിൾസ് ദാറ്റ് യു നോ എബൌട്ട് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിങ്ങൾക്കറിയാവുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് പിക്കിൾസ് അച്ചാറുകൾ അതിനെക്കുറിച്ച് പറയുക. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടത് ഡിസ്കസ് ചെയ്യുക. എന്തൊക്കെയാണ് അറിയാവുന്നത്? പിക്കിൾസ് ഏതൊക്കെ പിക്കിൾസിനെ കുറിച്ച് അറിയാം? മാംഗോ, ലെമൺ, ആംല, ക്യാരറ്റ് അല്ലേ? മാങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, നെല്ലിക്ക അച്ചാർ, ക്യാരറ്റ് അച്ചാർ, ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണയായിട്ട് അറിയാവുന്ന അല്ലേ? നെക്സ്റ്റ്, ഈസ് ദെയർ എനി കൈൻഡ് ഓഫ് പിക്കിൾസ് മെയ്ഡ് ഇൻ യുവർ ഹൗസ്. നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള പിക്കിൾസ് ഉണ്ടാക്കാറുണ്ടോ? വാട്ട് കൈൻഡ് ഓഫ് പിക്കിൾസ് ഈസ് ഇറ്റ്? അതെങ്ങനത്തെ പിക്കിളാണ്? ഹൂ മേക്ക് ഇറ്റ്? ആരാ അത് ഉണ്ടാക്കുന്നത്? ഫ്രം ഹൂം ഡിഡ് ദേ ലേൺ ടു മേക്ക് ദ പിക്കിൾസ്. അത് ആരുണ്ടാക്കാനാ പഠിപ്പിച്ചേ? ഉണ്ടാക്കുന്ന ആളിനെ നോക്കാം. പിക്കിൾസ് നമ്മൾ സാധാരണയായിട്ട് വീട്ടിലുണ്ടാക്കുന്ന പിക്കിൾസ് മാംഗോ, ലെമൺ, ആംല, ക്യാരറ്റ്. ആരാ അതുണ്ടാക്കുന്നത്? മൈ മദർ മെയ്ഡ് ഓൾ ദീസ്. ആരുടെ കയ്യിൽ നിന്നാണ് ഇത് പഠിച്ചതമ്മ? ഫ്രം മൈ ഗ്രാൻഡ് മദർ. മനസ്സിലായോ? നെക്സ്റ്റ്, വാട്ട് ഓൾ തിങ്സ് ആർ നീഡഡ് ടു മേക്ക് എനി വൺ ടൈപ്പ് ഓഫ് പിക്കിൾ ഇൻ യുവർ ഹൗസ്. ഹൗ ഈസ് എ പിക്കിൾ മെയ്ഡ്? ഫൈൻഡ് ഔട്ട് ദ റെസിപ്പി ആൻഡ് റൈറ്റ്. ഇനി നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പിക്കിളിൻ്റെ പേരെഴുതുക. എന്നിട്ട് ആ പിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എൻ്റെ റെസിപ്പി എങ്ങനെയാണ്? മാംഗോ പിക്കിളാണ് സാധാരണയായിട്ട് എൻ്റെ വീട്ടിലുണ്ടാക്കുന്നത്. എനിക്ക് എന്താ വേണ്ടി? റോ മാംഗോ, ടർമറിക്, റെഡ് ചില്ലി, മസ്റ്റാർഡ് സീഡ് ഓയിൽ, ഗാർലിക് എക്സെട്ര. ദെൻ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? എന്തൊക്കെയാണ് വേണ്ടത്? പച്ചമാങ്ങ വേണം, മഞ്ഞൾ, മുളക് പൊടി, കടുക്, പിന്നെ ഓയിൽ, എണ്ണ, വെളുത്തുള്ളി, ഇതൊക്കെയാണ് വേണ്ടത്. റോ മാംഗോ കട്ട് ഇൻറ്റു സ്മോൾ പീസസ്, റിമൂവ് ദ മോയ്സ്ചർ. ദെൻ ആഡ് ഓൾ ദ സ്പൈസസ്. എല്ലാ സ്പൈസസും നമുക്ക് ഇതിനകത്തിൽ ആഡ് ചെയ്യാം. ആദ്യം എന്താ ചെയ്യുന്നത്? പച്ചമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കുക. പിന്നെ റിമൂവ് മോയ്സ്ചർ, അതിലെ വെള്ളമയം മാറ്റണം. വെള്ളമയം ഉണ്ടെങ്കിൽ അത് സ്പോയിലേജ് ആവും, അതായത് അത് ചീത്തയായിപ്പോവും. അതിനുശേഷം എന്ത് ചെയ്യും? ആഫ്റ്റർ ദാറ്റ് ആഡ് ഓയിൽ ആൻഡ് മസ്റ്റാർഡ് സീഡ് ആൻഡ് സം വിനെഗർ ഓൾസോ. വിനെഗർ എന്തിനാ? വിനാഗിരി എന്ന് പറയുന്നത് ഒരു പ്രിസർവേറ്റീവാണ്. അത് ഫുഡ് സ്പോയിലാകാതെ നോക്കും. ഇനിയും ഹൗ ആർ ദീസ് തിങ്സ് മെയ്ഡ് ഇൻ യുവർ ഹൗസ്. നിങ്ങളുടെ വീട്ടിൽ ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പപ്പടം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയേ. ഗ്രൈൻഡ് ദാൽ, ആഡ് സോൾട്ട്, വാട്ടർ ആൻഡ് സ്പൈസസ്. മേക്ക് എ ഡോ. തിൻ പപ്പട ഈസ് റോൾഡ് ഔട്ട് ഫ്രം ദിസ് ഡോ. ദിസ് ഈസ് ലെഫ്റ്റ് ഇൻ സൺ ഫോർ ഡ്രൈയിങ്. നമ്മൾ ഉഴുന്ന് എന്ത് ചെയ്യും? പൊടിച്ചെടുക്കും. അതിനകത്തിൽ വെള്ളവും ഉപ്പും ഒക്കെ ചേർത്ത് സ്പൈസസ്, ഇഞ്ചി മുളകും ഒക്കെ ചേർക്കും. എന്നിട്ട് അതിനെ ഒരു മാവ് കുഴച്ചെടുക്കും. എന്നിട്ട് ചെറിയ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ ചെറിയ ചെറിയ റോളായിട്ട് എടുത്തിട്ട് ഇത് പരത്തിയെടുത്തിട്ട് സൺലൈറ്റിൽ ഉണക്കിയെടുക്കും. അങ്ങനെയാണ് നമ്മൾ സാധാരണ പപ്പടം ഉണ്ടാക്കുന്നത്. ദെൻ
ബഡിയൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാമോ? യൂറൻ, അതായത് നമ്മൾ കൊണ്ടാട്ടം എന്ന് പറയും. കൊണ്ടാട്ടം ഇതും നമ്മൾ യൂറഡ് ദാൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്, ഉഴുന്ന് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ പറയുന്നത്. യൂറഡ് ദാൽ സോക്ക്ഡ് ഓവർ നൈറ്റ്, രാത്രി മൊത്തവും എന്ത് ചെയ്യുക, ഈ ഉഴുന്ന് വെള്ളത്തിലിടുക. മേക്ക് ഇറ്റ് ആസ് എ പേസ്റ്റ് ആൻഡ് സോൾട്ട് ആൻഡ് വാട്ടർ. എന്നിട്ട് ഇത് നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ട് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് ചെറിയ ചെറിയ സ്മോൾ ലംസ് ആക്കുക. സ്മോൾ ലംസ് എന്ന് പറഞ്ഞാൽ ചെറിയ ഉരുളകൾ പോലെ ആക്കുക. ഉരുളയല്ല, ചെറിയ ചെറിയൊരു കൂന പോലെ ആക്കുക. ആൻഡ് മെയ്ഡ് ഓൺ ദ ക്ലോത്ത്. എന്നിട്ട് അത് തുണിക്കകത്ത് വെച്ചിട്ട് സൺലൈറ്റ് ഉണങ്ങി എടുക്കുക. സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മുടെ വീടുകളിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. ടേക്ക് എ റൈപ്പ് ടൊമാറ്റോ എടുക്കുക, നല്ല വിളഞ്ഞത്. ബോയിൽ ആൻഡ് പീൽ ദ സ്കിൻ ഓഫ് ദ ടൊമാറ്റോയുടെ സ്കിന്നെല്ലാം കളയുക. ബ്ലെൻഡ് ഇറ്റ് വിത്ത് ബ്ലെൻഡർ ആൻഡ് ഫിൽട്ടർ ഇറ്റ് ടു അവോയ്ഡ് സീഡ്സ് ആൻഡ് സ്കിൻ. എന്നിട്ട് ഒരു ബ്ലെൻഡറിൽ അതുപോലെ നന്നായിട്ട് അടിച്ച് നല്ല സീഡ്സും സ്കിന്നും ഒക്കെ പോകാൻ തക്കപോലെ അരിച്ച്, ഒരു തുണി കൊണ്ട് അരിച്ച് അതിന് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ആഡ് ചില്ലി, ഷുഗർ ആൻഡ് സോൾട്ട്. അതിലേക്ക് മുളക് പൊടിയും ഉപ്പും ചേർക്കുക. ബോയിൽ ഇറ്റ്, സ്റ്റിർ വെൽ. നന്നായിട്ട് ഇളക്കുക. സ്റ്റിർ മീൻസ് നന്നായിട്ട് ഇളക്കുക. നല്ലപോലെ കട്ടിക്കാവുമ്പോൾ ഇതിലേക്ക് അല്പം വിനെഗർ കൂടെ ചേർക്കുക. നിങ്ങളുടെ സോസ് റെഡിയായി. നെക്സ്റ്റ്, ഇറ്റ് ഈസ് 2 days ജേർണി ബൈ ട്രെയിൻ ഫ്രം പൂനെ ടു കൊൽക്കത്ത. പൂനെയിൽ നിന്നും കൊൽക്കത്തയിലേക്ക് 2 ദിവസത്തെ ജേർണിയുണ്ട്. ഇഫ് യു വെർ ഗോ ഓൺ ദിസ് ട്രിപ്പ്, വാട്ട് ഫുഡ് ഐറ്റംസ് വുഡ് യു ക്യാരി വിത്ത് യു? നിങ്ങൾ ഈ ട്രെയിൻ ജേർണിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ഹൗ വുഡ് യു പാക്ക് ദം? അതെങ്ങനെ പാക്ക് ചെയ്യുന്നു? മേക്ക് എ ലിസ്റ്റ് ഓഫ് ദ ബ്ലാക്ക് ബോർഡ് ഫോർ ഹോൾ പാക്കഡ് ഫുഡ്. വാട്ട് ഫുഡ് വുഡ് യു ഈറ്റ് ഫാസ്റ്റ്? ഇനി ഏതൊക്കെ ഫുഡാണ് നമ്മൾ കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നത്, അതെങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്, പിന്നെ എന്താണ് പറയുന്നത്, നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഫുഡായിരിക്കും കൊണ്ടുപോകാൻ ഇഷ്ടപ്പെടുന്നത്? ബിസ്ക്കറ്റ്സ്, ചിപ്സ്, ഡ്രൈ ഫ്രൂട്ട്, ചപ്പാത്തി, സബ്ജി, ഇതൊക്കെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ അതുപോലെ ഇതിൽ ഏറ്റവും പെട്ടെന്ന്, അതായത് ആദ്യം നമ്മൾ ഈ കഴിക്കുന്ന ഏതായിരിക്കും? ചപ്പാത്തീസും സബ്ജിയും. എന്താ കാര്യം? അത് പെട്ടെന്ന് ചീത്തയായിപ്പോൾ, അതുകൊണ്ട് ചപ്പാത്തീസും സബ്ജീസും ആയിരിക്കും നമ്മൾ ആദ്യം കഴിക്കുന്നത്. പിന്നെ എങ്ങനെയായിരിക്കും ഇത് പാക്ക് ചെയ്യുന്നത്? വി ക്യാൻ പാക്ക് ഇറ്റ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്, അല്ലേ? എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ നമുക്കിത് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. വാട്ട് വി ഹാവ് ലേൺഡ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ എന്താ പഠിച്ചതെന്നുള്ളതാണ്. ഗ്ലാസ് ജാർ ആൻഡ് ബോട്ടിൽസ് ആർ ഡ്രൈഡ് വെൽ ഇൻ ദ സൺ ബിഫോർ ഫില്ലിംഗ് ദം വിത്ത് പിക്കിൾസ്. അച്ചാറുകൾ നമ്മൾ സൂക്ഷിക്കുന്ന ഗ്ലാസ് ജാറ് അല്ലെങ്കിൽ ബോട്ടിലിൽ നമ്മൾ സൺലൈറ്റിൽ വെച്ച് ഉണക്കിയെടുക്കും ആ ബോട്ടിൽ. വൈ ഈസ് ദിസ് ഡൺ? എന്തിനാണ് അതങ്ങനെ ചെയ്യുന്നത്? ഡു യു റിമെമ്പർ വാട്ട് ഹാപ്പൻ ടു ദ ബ്രെഡ് ഇൻ ദ എക്സ്പെരിമെൻറ്റ്? നമ്മളൊരു എക്സ്പെരിമെൻ്റ് കണ്ടായിരുന്നു ബ്രെഡിൻ്റെ. എന്തായിരുന്നു പറ്റിയത്? വി സ്പ്രിങ്കിൾ സം വാട്ടർ ഇൻ ഇറ്റ്, അല്ലേ? ആ വെള്ളം ഇങ്ങനെ പതിയെ കുടഞ്ഞു, അതുകൊണ്ടാണത് പെട്ടെന്നങ്ങ് ചീത്തയായി പോയത്. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലാസ് ജാറും ഒക്കെ അച്ചാറിട്ട് വെക്കുന്ന പാത്രങ്ങളെല്ലാം ഉണക്കിയെടുക്കുന്നതിന് എന്തിനാണ് ഉണക്കിയെടുക്കുന്നത്? ടു അവോയ്ഡ് മോയിസ്ചർ, നനവ് അതിനകത്തിൽ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ടു ഈറ്റ് മാംഗോ റൗണ്ട് ദ ഇയർ വി മേക്ക് ഡിഫറെൻറ്റ് ഐറ്റംസ് ലൈക്ക് പിക്കിൾ, പപ്പഡ്, ചട്നി, ചിക്കി, എക്സെട്ര. ലിസ്റ്റ് സം അതർ ഫുഡ്സ് വിത്ത് വിച്ച് വർ മെയ്ഡ് ഡിഫറെൻറ്റ് തിങ്സ് സോ ദാറ്റ് വി ക്യാൻ എൻജോയ് ത്രൂ ഔട്ട് ദ ഇയർ. ഇനിയും നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. എത്ര നാൾ വേണേലും ഉപയോഗിക്കാൻ പറ്റും. ചിപ്സ്, പിക്കിൾസ്, ജാം, ഇതൊക്കെ നമുക്ക് എത്ര നാൾ വേണേലും പിന്നെ ഉപയോഗിക്കാൻ പറ്റും. അതിൽ ഈ നമ്മൾ പറയുന്ന കൊണ്ടാട്ടം, ഉണക്കി സൂക്ഷിക്കുന്ന സാധനങ്ങളും എല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.